प्यारे बच्चों, आदाब। 8वीं जमात के दूसरे ऑनलाइन क्लास के लिए तमाम बच्चों को खैर मुकद्दम। പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം। प्यारे बच्चों, आपको ये नज़म पसंद आए? ठीक है। इस नज़म का नाम क्या है बताइए? बच्चे की दुआ। इस नज़म का शायर कौन है बताइए? अल्लामा मोहम्मद इकबाल। इंशाअल्लाह इकबाल के बारे में, उनकी पैदाइश, उनके अहम तसानिफ क्या क्या है, उसके बारे में हमें बाद में പഠേ। അല്ലാമ ഇക്ബാൽ ആരാണ്? അദ്ദേഹം എവിടെ ജനിച്ചു? അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാം? ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി പഠിക്കാം। प्यारे बच्चों, आज हमें इकबाल की दुआ या नज़म बच्चे की दुआ पढ़े और उस नज़म का एक एक मफ़हूम या मतलब ചർച്ച करें। പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് അല്ലാമ ഇക്ബാലിൻ്റെ ബച്ചയ്ക്ക് ദുആ എന്ന ഈ പ്രാർത്ഥനാ ഗീതം വായിക്കാം. അതിലെ ഓരോ വരികളുടെയും മഫ്ഹൂം, ആശയം നമുക്ക് ചർച്ച ചെയ്യാം.
ये नज़म का अगला शेर देखिए। हो मेरा काम गरीबों की हिमायत करना, दर्दमंदों से ज़ाइफ़ों से मोहब्बत करना। हो मेरा काम എൻ്റെ ജോലി, എൻ്റെ പ്രവർത്തനങ്ങൾ। गरीबों की हिमायत करना, क्या है गरीब? हाँ, പാവപ്പെട്ടവർ। ഹിമായത് കർണ, മദത് കർണ, സ്നേഹിക്കുക, സഹായിക്കുക, സേവനങ്ങൾ അർപ്പിക്കുക. ദർദ് മന്ദോം സെ, ദർദ് മന്ത് വേദന അനുഭവിക്കുന്ന, ശാരീരികവും മാനസികവുമായിട്ട് പ്രയാസങ്ങൾ സഹിക്കുന്ന, സൈഫോം സെ ബലഹീനരായ ദുർബലരായ ആളുകളെ മൊഹബ്ബത്ത് കർണ സ്നേഹിക്കുക. देखिए, मेरा काम गरीबों की हिमायत करना हो, मेरा काम गरीबों की हिमायत करना हो. അയേ ഖുദാ, സൃഷ്ടാവേ, എൻ്റെ ജീവിതം ഗരീബോं की हिमायत करना हो, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന, സഹകരിക്കുന്ന തരത്തിലുള്ള ജീവിതമാക്കി മാറ്റണമേ. ദർദമന്ദോം സെ ज़ाइफ़ों से मोहब्बत करना, മേരി ജിന്ദഗി, എൻ്റെ ജീവിതം, ദർദമന്ദോം സെ ശാരീരികവും മാനസികവുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബലഹീനരായ ആളുകളെ സഹായിക്കുന്ന, മുഹബ്ബത്ത് കർണെ സ്നേഹിക്കുന്ന തരത്തിലുള്ള ജീവിതമാക്കി എൻ്റെ ജീവിതം മാറ്റണമേ. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പദ്യത്തിലെ വളരെ അർത്ഥവത്തായ 2 വരികളാണ് ഇത്. आप जानते हैं, हमारे समाज में बहुत गरीब लोग हैं, बहुत ज़ाइफ लोग रहते हैं. हमारे आसपास बहुत लोग ऐसे हैं जिसके लिए खाना, कपड़ा और घर नहीं हो. ऐसे गरीब और फ़कीर लोगों की हिमायत करना, मदद करना हमारा फ़र्ज़ है. बच्चों, ये शेर का मफ़हूम देखिए. मेरा काम गरीबों की हिमायत करना, दर्दमंदों और ज़ाइफ़ों से प्यार करना हो. यानी हमारे आसपास बहुत लोग ऐसे हैं जिसके लिए खाना, कपड़ा और घर नहीं हो. ऐसे गरीब और फ़कीर लोगों की मदद करना, हिमायत करना हमारा फ़र्ज़ है. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സമൂഹത്തിൽ പാവങ്ങളായ, ജീവിതത്തിൽ പല പ്രയാസങ്ങൾ സഹിക്കുന്ന, ശാരീരികവും മാനസികവുമായ പല പ്രയാസങ്ങൾ നേരിടുന്ന ദുർബലരായ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാവട്ടെ നമ്മുടെ പ്രവർത്തനം. നമുക്കറിയാം, ഹമാരെ ആസ്പാസ് ബഹുത് സെ ഐസെ ലോഗ് ഹേ, അത്തരത്തിലുള്ള ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. जिसके लिए खाना, कपड़ा, घर नहीं है. तो അത്തരത്തിലുള്ള ആളുകൾക്ക് ഖാന, കപ്പട, ഘർ നഹീൻ തോ, ഭക്ഷണം, വസ്ത്രം, വീട് എന്നീ അടിസ്ഥാന കാര്യങ്ങൾ പോലും ഇല്ല എങ്കിൽ ഉനെ മദദ് കർണ ഹമാര ഫർസ് ഹേ, അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുക, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു പൗരൻ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. प्यारे बच्चों, हमारे गांव में, हमारे आसपास, शायद हमारे ख़ानदान में भी ऐसे गरीब लोग
രഹത്തെ ഹോങ്കെ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ നമ്മുടെ ചുറ്റുപാടും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ശാരീരികവും മാനസികവുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം രോഗികളെയും ബലഹീനരെയും നമുക്ക് കാണാൻ സാധിക്കും. അവരെയൊക്കെ സഹായിക്കുക, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാവണം നമ്മുടെ ജീവിത ലക്ഷ്യം. ഗരീബോं की हिमायत करना, ज़ईफ़ों से मदद करना हमारा फ़र्ज़ ही है. പാവങ്ങളായ ബലഹീനരായ ആളുകളെ സഹായിക്കുക, സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. प्यारे बच्चों, इस नज़म का आखिरी शेर देखिए, जिसमें बच्चा खुदा से दुआ मांग रहा है. मेरे अल्लाह बुराई से बचाना मुझको, नेक जो राह हो उस राह पे चलाना मुझको. मेरे अल्लाह बुराई से बचाना मुझको, नेक जो राह हो उस राह पे चलाना मुझको. मेरे अल्लाह, യാ ഖുദാ, എൻ്റെ സൃഷ്ടാവേ, എൻ്റെ രക്ഷിതാവേ, ബുരായി സെ, ബുരായി തിന്മ, ഭലായി നന്മ, ബുരായി സെ ബച്ചാന മുജ്കോ, ബുരായി സെ തിന്മകളിൽ നിന്ന്, ബച്ചാന രക്ഷപ്പെടുത്തുക, മുജ്കോ എന്നെ. മേരെ അല്ലാഹ് മുജ്കോ ബുരായി സെ ബച്ചാന, അള്ളാഹുവേ, എൻ്റെ സൃഷ്ടാവേ, എന്നെ തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ. നേക്ക് ജോ രാഹ് ഹോ ഉസ് രഹ് പേ ചലാന മുജ്കോ. നേക്ക് നല്ല, അച്ഛ, ജോ രാഹ് ഹോ ഏതൊരു വഴിയാണ്, ജോ ഏതാണോ, രാഹ് രാസ്ത വഴി, ഉസ് രഹ് പേ ഉസ് രാസ്തേ പർ ആ വഴിയിലൂടെ, ചലാന നടത്തുക, മുജ്കോ എന്നെ. നേക്ക് ജോ രാഹ് ഹോ ഉസ് രഹ് പെ ചലാന മുജ്കോ, മുജ്കോ ജോ രാഹ് നേക്ക് ഹോ, മുജ്കോ എന്നെ, ജോ രാഹ് ഏത് വഴിയാണോ, നേക്ക് ഹോ നല്ലത് അഥവാ സന്മാർഗം ഏതാണോ, ഉസ് രഹ് പെ ആ മാർഗത്തിലൂടെ, ചലാന എന്നെ നടത്തേണമേ. അതായത് എന്നെ തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ, സന്മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നാണ് ഈ അവസാന വരികളിലൂടെ കുട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ബച്ചോ, ആപ്കോ ये नज़म का मफ़हूम समझे होंगे. आप लोग ये नज़म अच्छी तरह पढ़िए. अगले क्लास में एक एक बच्चा मुख्तलिफ तरन्नुम से या तर्ज़ों में पढ़कर हमारे व्हाट्सएप ग्रुप में भेज देना चाहिए. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പദ്യത്തിൻ്റെ ആശയം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും. ഈ പദ്യം 1-2 തവണ കൂടി നിങ്ങൾ നന്നായിട്ട് വായിക്കുക, ഇതിൻ്റെ ആശയം മനസ്സിലാക്കുക. ഈ പദ്യം വിവിധ ഈണങ്ങളിൽ അവതരിപ്പിച്ച് ഓരോ കുട്ടിയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അടുത്ത ദിവസം തന്നെ വോയിസ് ക്ലിപ്പായി അയച്ചു തരണം, മറക്കരുത്. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഖുദാ ഹാഫിസ്.